ഹായ് എവരി വൺ, വെൽക്കം ടു ഐസ് ആപ്പ്. ഞാൻ റഹീം മോങ്ങം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 5 ഇയർ പ്ലാൻ എന്ന ടോപ്പിക്കിലേക്കാണ്. എന്താണ് 5 ഇയർ പ്ലാൻ? പഞ്ചവത്സര പദ്ധതി. ആദ്യമായി ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു മേഖലയോ വ്യത്യസ്ത മേഖലകളെയോ വികസിപ്പിക്കുക എന്ന ആശയത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത്. അതാദ്യമായിട്ട് ആരംഭിക്കുന്നത് USSRലാണ്, സോവിയറ്റ് യൂണിയനിലാണ്. അവിടുത്തെ ഹെഡായിട്ടുള്ള ജോസഫ് സ്റ്റാലിനാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിനാണ്. 1928 USSRൽ ഇത് കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് 1951. 1928 USSRൽ കൊണ്ടുവരുന്ന സമയത്ത് 5 വർഷത്തെ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുകയും അവിടെ വൻ വിജയമാവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് അത് കടമെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ വരുന്നത് 1951. 1951 മുതൽ 1956 വരെയായിരുന്നു ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആകെ എത്ര 5 ഇയർ പ്ലാനുകളുണ്ട്? 12 5 ഇയർ പ്ലാനുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. 12 5 ഇയർ പ്ലാൻ ആരംഭിക്കുന്നത് 1951 മുതൽ 56 വരെയും ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ. 1956 മുതൽ 1961 വരെയും. മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ 1961 മുതൽ 1966 വരെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആക്കി മാറ്റി. ഇന്ത്യയിൽ നടന്ന ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാക്കിയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ 5 ഇയർ കഴിഞ്ഞ ശേഷം 1966 മുതൽ 69 വരെ എന്തായി? പ്ലാൻ ഹോളിഡേ ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ 5 ഇയർ പ്ലാനിലായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും കുറവ് വളർച്ച രേഖപ്പെടുത്തിയ പദ്ധതി. 5.6 ലക്ഷമിട്ട ഈ പദ്ധതിയിൽ വെറും 2.4% മാത്രമേ കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഏറ്റവും പരാജയപ്പെട്ട പദ്ധതിയും ഏറ്റവും ലീസ്റ്റ് ഗ്രോത്ത് റേറ്റ് നേടിയ പദ്ധതി എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വൻ വിജയമായ പദ്ധതി. 7.9 9 ലക്ഷമിട്ടപ്പോൾ 7.9 കൈവരിച്ചു. 7.9 ഏറ്റവും വലിയ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് GDP നേടിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി. എന്നാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വൻ വിജയമായ പദ്ധതികൾ ഏതൊക്കെയാണ് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദ്ധതി 2.1 ലക്ഷമിട്ടപ്പോൾ 3.6 കൈവരിച്ചു. 5ാമത്തെ പദ്ധതി 4.4 ലക്ഷമിട്ടപ്പോൾ 4.8 കൈവരിക്കാൻ കഴിഞ്ഞു. 7ാമത്തെ പദ്ധതി 5 ലക്ഷമിട്ടപ്പോൾ 6.1 കൈവരിക്കാൻ കഴിഞ്ഞു. പിന്നീട് 8ാമത്തെ പദ്ധതിയായിരുന്നു 5.6 ലക്ഷമിട്ടപ്പോൾ 6.8 കൈവരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 12 പഞ്ചവത്സര പദ്ധതികളും നമുക്ക് ഓരോന്നായിട്ട് സീരിയസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന്. അതിനുശേഷം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് 5 ഇയർ പ്ലാൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 1956. ഓരോ 5 ഇയർ പ്ലാനിലും ഓരോ മോഡൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ്റെ മോഡൽ അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഹരോൾഡ് ഡോമർ മോഡൽ. ഈ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് മലയാളിയായ KN രാജാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം, ലക്ഷ്യമെന്നറിയപ്പെടുന്നത് അഗ്രികൾച്ചർ, കൃഷിക്ക് പ്രാധാന്യം നൽകുക, ജലസേചനത്തിന് പ്രാധാന്യം നൽകുക, 3 ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുക, അതേപോലെ തന്നെ ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം പ്ലാൻ ചെയ്യുക. ഇത് 4 പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത, ആകെ നീക്കിവെച്ച ബജറ്റിൽ വലിയൊരു പങ്കും കൃഷിക്കും ഡാമുകൾക്ക് പണിയാനുമാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ സാധനങ്ങളുടെ വിലക്കയറ്റവും നിയന്ത്രിക്കാനും ഇത് വളരെ ലക്ഷ്യം വെച്ചു. അടുത്തതായി നമുക്ക് പറയാനുള്ളത്, നോക്കൂ, കൃഷിക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വലിയ ഡാമുകളുടെ നിർമ്മാണം ഈ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. പ്രധാനപ്പെട്ട ബക്രാനങ്കൽ ഡാം സത്ലജ് നദിയിലാണ്, പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഡാം മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷയിലാണ്. ദാമോദർ വാലി കോർപ്പറേഷൻ ബംഗാളിലും ജാർഖണ്ഡിലുമായി സ്ഥിതി ചെയ്യുന്നതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിരുന്ന ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ. അടുത്തതായിട്ട് വരുന്നത് 1951 CSO ഫോം ചെയ്യുന്നത്.
CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനായി അന്ന് ആരംഭിച്ചിരുന്നെങ്കിലും 1951 മെയ് 2 ആരംഭിച്ചത്. എന്നാൽ 1951 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും പിന്നീട് 2014 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നൊക്കെ മാറ്റി. 2019 മെയ് 23 CSOയും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO പ്ലസ് NSSOയുമായി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനുമായി ലയിപ്പിച്ച് ഇതിൻ്റെ പേര് മാറ്റി NSO എന്നാക്കി മാറ്റി. ഇപ്പോൾ ഇതിൻ്റെ പേര് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാക്കി മാറ്റി. 1951 എന്താണ് CSO അല്ലെങ്കിൽ എന്താണ് NSO? ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണ്, ഓഫീസാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നറിയപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തത് 1952 CDP ആരംഭിച്ചത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? ഒരു 55 പദ്ധതികളായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ ഉൾപ്പെടെ ഒരു 55 പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഇന്ത്യ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതിനെ അറിയപ്പെടുന്നത് പഞ്ചായത്ത് രാജിൻ്റെ മുൻഗാമി എന്നായിരുന്നു. അന്ന് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്തെന്നോ ജില്ലാ പഞ്ചായത്തെന്നോ ബ്ലോക്ക് പഞ്ചായത്തെന്നോ മുനിസിപ്പാലിറ്റി എന്നോ കോർപ്പറേഷൻ എന്നോ തിരിക്കേണ്ട കാലത്ത് അറിയപ്പെട്ടിരുന്നത് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നായിരുന്നു. 1952 അടുത്ത പോയിൻ്റ്. 1952 നാഷണൽ ഫോറസ്റ്റ് പോളിസി, ഇന്ത്യയിൽ ഫോറസ്റ്റ് പോളിസി നിയമം നിലയിൽ വരുന്നത്. അതുപ്രകാരം കുറേ മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയും 33% ഇന്ത്യയിൽ വനമായി കിടക്കുകയും ചെയ്യണം എന്നുള്ളൊരു നിയമം വന്നത് 1952 ശേഷം 1953 UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വരുന്നത്. എന്നാൽ അതിൻ്റെ ആക്റ്റായിട്ട് വരുന്നത് 1956 1956 UGC ഫോം ചെയ്യുന്നത് 1953. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഉന്നതതല വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന കമ്മീഷനാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അടുത്തതായി 1955 ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേ വന്നു. എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ? കുട്ടനാട്ടിലേക്ക് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് കൃഷി നശിച്ചു പോവുകയും അതിനെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയിൽ കേരളത്തിന് ആകെ ലഭിച്ചത് ചോദിച്ചാൽ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ട് ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. 1964 ആരംഭിക്കുകയും 66 പണി പൂർത്തിയാകുകയും ചെയ്തായിരുന്നു തണ്ണീർമുക്ക ബണ്ട്. 1955 തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. കേരളത്തിന് ആകെ ലഭിച്ചതായിരുന്നു. 1956 ഇന്ത്യയിൽ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITകൾ നിലയിൽ വന്നു, ആരംഭിച്ചു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും IITകളുടെ പ്രത്യേകത ഇന്ത്യയിൽ 23 IITകളാണ്. നോക്കൂ. എന്നാൽ നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതിയിലെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 2.1%, ലക്ഷ്യമിട്ട 2.1%, എന്നാൽ ലഭിച്ചത് 3.6%. വമ്പൻ വിജയമായിരുന്നു ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത്. നമുക്ക് പറയാനുള്ളത് ഒന്ന് റിവിഷൻ നടത്താം. നോക്കൂ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 to 1956. ഇതിൻ്റെ മോഡൽ അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡലാണ്. ഇതിൻ്റെ ആമുഖം തയ്യാറാക്കിയൊരു മലയാളിയാണ് KN രാജ്. പ്രാധാന്യം കൊടുത്ത 4 പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. 1 കൃഷി, 2 ജലസേചനം, 3 വൈദ്യുതി ഉൽപ്പാദനം, 4 കുടുംബാസൂത്രണം. കുടുംബാസൂത്രണം ലോകത്തിൽ ആദ്യമായി കുടുംബാസൂത്രണം ആരംഭിച്ച രാജ്യം ആരാ ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ആകെ നീക്കിവെച്ച ബജറ്റിൽ വലിയൊരു പങ്കും കൃഷിക്കും ഡാമിനും വേണ്ടിയിട്ടായിരുന്നു മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുണ്ടാവും പ്രധാനപ്പെട്ട ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പോലത്തെ ഡാമുകൾ ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുകയും നമ്മുടെ ലക്ഷ്യമായിരുന്നു. നോക്കൂ, അടുത്ത 1951 CSO പറഞ്ഞു. ദേശീയ വരുമാനം കണക്കാക്കുന്ന ഓഫീസാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. 1952 CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന 55 പദ്ധതികൾ ആരംഭിച്ചത്. 55 പദ്ധതികൾ. നോക്കൂ, മൂന്നാമത്തേതാണ് 1952 നാഷണൽ ഫോറസ്റ്റ് പോളിസി. 1952 CDP ആരംഭിക്കുമ്പോൾ 55 പദ്ധതിയായിരുന്നു പറഞ്ഞു. നാഷണൽ ഫോറസ്റ്റ് പോളിസിയിലാണ് ഇന്ത്യയുടെ ഫോറസ്റ്റ് വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നത്. 1953 UGC നിലയിൽ വരുന്നത്. എന്നാൽ ആക്റ്റായിട്ട് വരുന്നത് 1956. 1955 തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും, കുട്ടനാട്ടിലേക്ക് വെള്ളപ്പൊക്കം വന്നാൽ അതിനെ തടയിടാൻ വേണ്ടിയുള്ള
പദ്ധതിയായിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേ. തണ്ണീർമുക്ക് ബണ്ടം എന്ന് പറയുന്ന തണ്ണീർമുക്ക് ബണ്ട് എന്താണ് പ്രത്യേകത? 1964 ആരംഭിക്കുകയും 66 പണി പൂർത്തീകരിക്കുകയും ചെയ്യുന്ന തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്ക് ബണ്ടത്തിൻ്റെ പ്രത്യേകത അത് ഉപ്പ് വെള്ളം തടയാനുള്ള പദ്ധതിയായിരുന്നു. അഥവാ മഴ പെയ്തു കഴിഞ്ഞാൽ കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുകയോ അല്ലെങ്കിൽ മഴവെള്ളം കയറുകയോ ചെയ്യുന്ന കൃഷി നശിച്ചു പോകും. അതിനെ തടയിടാൻ വേണ്ടി കൊണ്ടുവന്ന 2 പദ്ധതിയായിരുന്നു. ഒന്ന് തോട്ടപ്പള്ളി സ്പിൽവേയും 2 തണ്ണീർമുക്ക് ബണ്ടും. എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാട്ടിലേക്കുള്ള വെള്ളപ്പൊക്കം തടയാനുള്ള പദ്ധതിയായിരുന്നു. എന്നാൽ തണ്ണീർമുക്ക് ബണ്ട് എന്ന് പറഞ്ഞാൽ അത് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. 1956 ഇന്ത്യയിൽ 5 IITകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി 23ഓളം IITകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യയിലുണ്ട്. നോക്കൂ, നമ്മൾ ലക്ഷ്യമിട്ടത്, ഒന്നാമത്തെ ലക്ഷ്യമിട്ടത് 2.1% വളർച്ച നിരക്ക് GDP ലക്ഷ്യമിട്ടതെങ്കിലും അച്ചീവ് ചെയ്ത നിരക്ക് 3.6%. ഇന്ത്യയുടെ വൻ വിജയമായതായിരുന്നു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 ഇയർ പ്ലാൻ പഞ്ചവത്സര പദ്ധതി എന്താ എന്നുള്ളതും ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അതിനെക്കുറിച്ചും വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും ഓരോ സീരിയസ് ആയിട്ട് ഇന്നു മുതൽ നമ്മൾ ചെയ്തു വരുന്നു. എല്ലാവരും നിർബന്ധമായും എയ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ സീരീസിലും എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന്, PSC, UPSC, SSC പോലത്തെ പരീക്ഷകൾക്ക് വിശദമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓരോന്നായിട്ടും നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. ഓക്കെ, താങ്ക് യു.